ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളുമാണ്. ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തിയെടുക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. എത്ര നേരം വെച്ചാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താലും അതിലേക്കും 1 മുട്ട തന്നെ മതി കേട്ടോ. 2 കപ്പാന്ന് വിചാരിച്ചിട്ട് 2 മുട്ട ഇടേണ്ട ആവശ്യമൊന്നുമില്ല. 1 മുട്ട തന്നെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് മധുരത്തിന് വേണ്ടിയല്ല കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ദോശയ്ക്ക് ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഇതാ ഇവിടെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇത് നമുക്ക് കുറച്ചൊക്കെ ലൂസാണ് വേണ്ടതെന്നാൽ ഒരുപാട് അങ്ങ് ലൂസാവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റും ആവരുത്. ആ രീതിയിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ പിന്നീട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അത് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഞാനിവിടെ ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, ഇതുപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മുടെ പാന് ചൂടാവരുത്. മീഡിയം ചൂടിൽ വേണം ഇത് ചുട്ടെടുക്കുക. ഓവറായിട്ട് ചൂടായാലും ഇപ്പോൾ ഇത് നല്ല ഓവറായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂടായ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നീങ്ങില്ല, കറക്റ്റായിട്ട് കിട്ടില്ല. അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് അങ്ങ് ഇതുപോലെ കണ്ടോ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടൂല. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക, ഓവറായിട്ട് ചൂടാവാതെ ശ്രദ്ധിക്കണം. എന്നിട്ടിത് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ആയി കിട്ടും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇത് നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊള്ളച്ച് വരില്ല, ആ രീതിയിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരാനോ ഒക്കെ ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ചട്ടക വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മൊരിച്ചിലും കിട്ടും, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഇത് കുറേ സമയം നമ്മൾ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അതുകൊണ്ട് ചപ്പാത്തിയുടെ ഒക്കെ പോലെ ആ ഒരു കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് നെരിപ്പിച്ചെടുക്കുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ മടക്കി വെച്ചിട്ടുള്ളത്, കാണാൻ ഒന്നുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.